ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് കരിഞ്ജീരകം. കരിഞ്ജീരക ഓയിൽ ഉപയോഗിക്കുന്നത് ചർമ്മത്തിനും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്നുണ്ട്. ഈ കരിഞ്ജീരകം ഉപയോഗിച്ച് നരച്ച മുടിയും നല്ലപോലെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനായി വെറും 3 ചേരുവകൾ മാത്രമാണ് ആവശ്യമായി വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും അതേപോലെ മുടി വേഗത്തിൽ കറുപ്പിച്ചെടുക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. കരിഞ്ജീരകം മുടിക്ക് എങ്ങനെ ഗുണം ചെയ്യും? തലയിലെ താരൻ നീക്കം ചെയ്യുന്നതിനും മുടി കൊഴിച്ചിൽ മാറ്റി നല്ല മുടി കട്ടിയിൽ വളരുന്നതിനും കരിഞ്ജീരകം ഉപയോഗിക്കുന്നതിലൂടെ നമ്മളെ സഹായിക്കും. കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വളരാത്തതാണ് പലർക്കുമുള്ള പ്രശ്നം. അത് തന്നെയാണ് മുടിയുടെ ഉള്ളു കുറയ്ക്കുന്നതിനും ഒരു കാരണം. എന്നാൽ കരിഞ്ജീരകത്തിന്റെ ഉപയോഗത്തിലൂടെ കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്ത് നല്ല കട്ടിയുള്ള മുടി വളരുന്നു. മുടിയെ നന്നായി കണ്ടീഷൻ ചെയ്തെടുക്കുന്നതിനും മുടിക്ക് നല്ല തിളക്കവും കറുപ്പ് നിറവും നൽകുന്നതിനും കരിഞ്ജീരകം നല്ലതാണ്. അതുപോലെ മുടിക്ക് നല്ല കരുത്തോടെ വളരുന്നതിന് കരിഞ്ജീരകം സഹായിക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനു വേണ്ടിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണം. 2 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ, 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ല്, 1 സവാള പായ്ക്ക്. തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ ആവണക്കെണ്ണയിൽ കരിഞ്ജീരകം ചേർത്ത് ചൂടാക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് എടുത്ത് നമ്മൾ തണുപ്പിക്കാൻ വെക്കണം. ഒരു 2 മണിക്കൂറോളം ഏകദേശം ഇത് നമുക്ക് തണുപ്പിക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് സവാളയും കറ്റാർവാഴ ജെല്ലും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇത് തലയിൽ നന്നായിട്ട് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ്. നര മാറ്റിയെടുക്കാൻ ഇന്ന് നമ്മളെല്ലാവരും പല രീതി ശ്രമിക്കാറുണ്ടല്ലേ. ഇന്ന് എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിക്കുന്നതും ഈ ഒരു കാര്യത്തിലായിരിക്കും. കാരണം ഇന്ന് നരയ്ക്കുന്ന ഒരു രീതി ഭയങ്കരമായിട്ട് ചെറുപ്പക്കാരിൽ കൂടി വരുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് മുടി പ്രധാനമായും നരയ്ക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം, അതുപോലെ ജീവിതശൈലിയിലെ വ്യത്യാസം, പോഷകക്കുറവ്, പാരമ്പര്യം എന്നിവയെല്ലാം മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചും വ്യായാമം ചെയ്തും അതുപോലെ വറുത്തതും പൊരിച്ചതുമായ പ്രോസസ്ഡ് ഫുഡും ഒഴിവാക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. ഇവയ്ക്ക് പകരം നല്ല പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയതുമായ ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം. ഇനിയും ഇതിനൊക്കെ വേണ്ടി നമുക്കൊരു കൂട്ട് തയ്യാറാക്കി നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് കരിഞ്ജീരകം, 1/2 ഗ്ലാസ് നെല്ലിക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇത്രയുമാണ് സാധനങ്ങൾ. നമുക്ക് അപ്പോൾ എങ്ങനെ ഈ കൂട്ട് തയ്യാറാക്കേണ്ടതെന്ന് നോക്കണ്ടേ. ഇതിൽ ആദ്യത്തെ 3 ചേരുവകൾ നന്നായി പൊടിച്ചെടുത്ത് വെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വെക്കണം. വെള്ളം നന്നായി പകുതി വരെ വറ്റി വരണം. ഇത് കുറുകി ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടുന്നത് വരെ നമുക്ക് കുറുക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് ഇളക്കി വെക്കുക. ചൂടാറിയതിനു ശേഷം ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാവുന്നതുമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈലാഞ്ചി പൊടിയും ഇടാവുന്നതാണ്. അടുത്തതാണ് ആപ്പിൾ സിഡർ വിനാഗിരി, അതോടൊപ്പം തന്നെ ജീരക എണ്ണ. മുടിക്ക് ആപ്പിൾ സിഡർ വിനാഗിരിയുടെ ആഴത്തിലുള്ള സാധ്യത എല്ലാവർക്കും അറിയാം. ജീരകവുമായി സംയോജിക്കുമ്പോൾ മുടിയുടെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ഇത് കൂടുതൽ ഫലപ്രദവും ശക്തവുമാകും. ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരിഞ്ജീരക വിത്ത് മൃദുവാകുന്നത് വരെ തിളപ്പിക്കുക. ഈ മിശ്രിതം തണുക്കുമ്പോൾ അത് അരിച്ചെടുക്കുക. ജീരക വെള്ളത്തിൽ വിനാഗിരി ലായനി ചേർത്ത് ഈ മിശ്രിതം ഉപയോഗിച്ച് മുടി കഴുകുക. മണിക്കൂറുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാവുന്നതാണ്. മികച്ച ഫലങ്ങൾക്കായിട്ട് 1-2 മാസം ഇത് തുടരുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും. അപ്പം കരിഞ്ജീരകം ഉപയോഗിച്ച് മുടിക്ക് ഇത്രയും അധികം ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം മുടിയുടെ ഉള്ളു കുറയുന്നതിലും മുടിക്ക് ഒരു ഭംഗിയില്ലാത്തതിൻ്റെയും ആരോഗ്യമില്ലാത്തതിൻ്റെയും പേര് സങ്കടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കരിഞ്ജീരകം ഉപയോഗിച്ച് ഈ രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ നല്ല കട്ടിയുള്ളതും ഇടതൂർന്നതുമായിട്ടുള്ള മുടി കിട്ടിയ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. സോഷ്യൽ മീഡിയ കേരള വിഷൻ.